മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ കമലേശ്വരത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. എന്നിട്ട് സ്വാതിയോടും ദുർഗയോടും കരുണയോടും നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് മാർക്കോയാണ് മേഘനാഥന്റെ തലയ്ക്ക് വലിയൊരു പാറക്കല്ലെടുത്തിട്ട് എന്നൊക്കെ. ഇത് കേട്ട് സ്വാതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ദുർഗയും കരുണയും. പിന്നീട് സീമന്തിനെയാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് മേഘന്റെ അവസ്ഥ എന്താണെന്ന്. തലയ്ക്കകത്ത് ഞരമ്പുകളൊക്കെ തന്നെ പൊട്ടിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോമ സ്റ്റേജിലേക്ക് ആള് പോയി. സ്വയബോധമൊന്നും തന്നെ ഇല്ല ഇപ്പോൾ. ഒരുപാട് സമയമെടുക്കും റിക്കവർ ആയിട്ട് തിരിച്ചു വരാനായിട്ട്. ഇത് കേട്ട് സീമന്തിനിയാണെങ്കിൽ തനിക്ക് ആകെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു ഡോക്ടർ. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും മേഘനാഥന്റെ അവസ്ഥ അറിയുകയും എത്രയും പെട്ടെന്ന് ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യണം. സത്യത്തിൽ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചതാണ്. അതുകൊണ്ട് അവൾക്ക് ആ ഭാഗ്യം പോലും പാടില്ല. മേഘൻ റിക്കവറായിട്ട് വരുന്നതിന് മുമ്പായി തന്നെ വേണം ഇവിടെയുള്ള ആ മോഹിനിയെ അടിച്ചു ഒരു മൂലയ്ക്ക് ഇരുത്തണം എന്നൊക്കെ പ്രതാപനും മുത്തശ്ശിയും തീരുമാനിക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ മേഘനാഥന്റെ അവസ്ഥ അറിയാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സീമന്തിരിയോടൊക്കെ സംസാരിക്കുകയാണ്. സീമന്തിരിയാണെങ്കിൽ ഡോക്ടർ കൈവിട്ട അവസ്ഥയിലാണെന്നൊക്കെ കണ്ണനോട് പറയുന്നു. കണ്ണൻ പറയുന്നുണ്ട് അവന്റെ എടുത്തുചാട്ടമാണ് ഇതിനൊക്കെ കാരണമെന്ന്. പിന്നീട് കണ്ണനാണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് അവൻ കിടക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ മേഘനെ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവനിൽ യാതൊരു ചലനവുമില്ല. അത് കാണുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ഒത്തിരി ആശ്വാസമാവുകയാണ്. അവനാണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ അതിബുദ്ധി കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. നീ സത്യങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കി. ആ കാർത്തികേയൻ വഴിയാണ് നീ സത്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞത്. പക്ഷെ എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ നിനക്ക് ദൈവം തന്ന ശിക്ഷയാണോ ഇത്? മാർക്കോ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിലും നിനക്ക് ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. എന്തായാലും നീ ഇനി കുറച്ചു കാലം ഇങ്ങനെ കിടക്ക്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നിന്റെയൊക്കെ സംശയമാണല്ലോ എന്റെ മഹിയുടെ വയറ്റിൽ കിടക്കുന്നത് ആരുടെ കുഞ്ഞാണെന്ന്. അത് ആരുടെയുമല്ല, എന്റെ മാത്രം കുഞ്ഞാണ്. ഞാൻ നടന്നു തുടങ്ങി. എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് മഹി ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കളിക്കുന്നത് തീർത്തും മികച്ചൊരു നാടകം തന്നെയാണെന്നൊക്കെ പറയുകയാണ്. മേഘനാണെങ്കിൽ ഇതൊക്കെ കേട്ട് അവന്റെ കൈകൾ പോലൊന്നും ചലിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് മേഘൻ. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് നിന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. കാരണം നീയൊക്കെ ഈ കിടന്ന കിടപ്പിൽ തന്നെ മരിക്കേണ്ടവനാണ്. പക്ഷെ പെട്ടെന്ന് പോണ്ട, ഇങ്ങനെ നരകിച്ചിട്ട് പോയാൽ മതി. പിന്നെ നിനക്കിനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ലടാ. നിന്റെ അനിയത്തിയുടെയും അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഞങ്ങൾ എല്ലാവരും ഗംഭീര നാടകം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കോ അവനാണ് നിന്റെ തലയിൽ കല്ലെടുത്ത് എറിഞ്ഞെന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം കൊണ്ടും നഷ്ടം നിനക്കും മാത്രമാണ്. ഞങ്ങളുടെ മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നിന്നെ കൊണ്ടൊന്നും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ നന്മയുള്ളവനാണ്, നിന്നെ പോലുള്ള അസുരവിത്തല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ മേഘനാഥന്റെ മുഖത്ത് നോക്കി 4 ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും വരികയാണ്. പിന്നീട് നേരെ പോകുന്നത് മാർക്കോയെ കാണാൻ തന്നെയാണ്. അങ്ങനെ മാർക്കോയാണെങ്കിൽ കണ്ണനെ കാണുമ്പോൾ ആ സാറോ, അല്ല മാർക്കോ എന്തിനാ പോലീസിനോട് മൊഴി മാറ്റി പറഞ്ഞത്? സത്യാവസ്ഥ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തിനാ സാറേ അതൊക്കെ? അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും അവൻ ഇങ്ങനെ കിടക്കേണ്ടവൻ തന്നെയാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ആപത്തിൽ നിന്നും രക്ഷിക്കുക എന്നതാണ്. അല്ലാതെ ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ സാർക്കും മഹാലക്ഷ്മിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ എന്താ സാറേ കാര്യം? അതുകൊണ്ട് സാറ് പേടിക്കൊന്നും വേണ്ട. ഞാനിനി അങ്ങനെ തന്നെ പറയുകയുള്ളൂ. അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഒരുപാട് ടൈം എടുക്കുമല്ലോ. അവൻ പറയുന്നതൊന്നും തന്നെ പോലീസുകാർ വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം അവൻ വലിയ ഉടായിപ്പാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ പേരിൽ തന്നെയായിരിക്കും കേസും കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ മതി, സാറിനി മാറ്റി പറയാനും നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് മാർക്കോ. മാർക്കോ വന്നില്ലായിരുന്നുവെങ്കിലും അവൻ ഈ ഒരു അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ സത്യങ്ങൾ അറിഞ്ഞ് അവൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോയായിരുന്നു. ഞാൻ ഓർക്കുന്നത് എത്രമാത്രം പകയാണ് അവന് മനസ്സിനകത്ത് എന്നാണ്. സാറ് പേടിക്കാതെ ഇരിക്കെ, ഒന്നും സംഭവിച്ചില്ല. പിന്നെ മഹി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം സാറേ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അത് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടതും. എന്തായാലും നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കെ. ഞാൻ എന്തായാലും റിക്കവർ ആയിട്ട് വന്നല്ലോ. ഇനി കുറച്ചു കാലത്തേക്ക് ആ മേഘനാഥന്റെ ശല്യം ഉണ്ടാവില്ല. അതാലോചിച്ച് നമുക്ക് എല്ലാവർക്കും സമാധാനപ്പെടാമെന്നൊക്കെ മാർക്കോ പറയുകയാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവുമെന്നൊക്കെ മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനായിട്ട് വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. ഈ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് നീ പോകുന്നതെന്ന്. എവിടേക്ക് പോകാൻ? ഞാൻ എന്റെ മോളെ കാണാൻ പോവുകയാണ്. അങ്ങനെ നീ നിന്റെ മോളെ കാണാനായിട്ട് പോകണ്ട.
ഏതെങ്കിലും ഒരുത്തന്റെ സന്തതിയെയും വയറ്റിൽ ചുമന്ന് നടക്കുന്നവളെ ഈ തറവാട്ടിലേക്കും കയറ്റരുത്, നീ ഇവിടെ നിന്ന് അവളെ കാണാനും പോകരുത്, ഇനി അങ്ങനെ ഒരു മോളില്ലെന്ന് നീ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, അതൊക്കെ നിങ്ങൾക്ക് എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. എടി, നിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നല്ലോ നിന്റെ മരുമകൻ, അവനടക്കം അവളെ കൈവിട്ട് കളഞ്ഞു. പിന്നെ അവനെ കണ്ടിട്ടാണല്ലോ നീ നിന്റെ മോളൊക്കെ അഹങ്കരിച്ചിരുന്നത്. ഇനിയിപ്പോ അതിന് പറ്റില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നത് കേട്ട് നീ ജീവിച്ചാൽ മതി. ഞാനും പ്രതാപനും കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതുപോലെ നീ നടന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ മാത്രം തീരുമാനമാവണം, അല്ലാതെ എന്റെ മേൽക്ക് അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ മോഹിനി പറയുന്നു. അങ്ങനെ നീ ഇവിടെ നിന്നും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയുടെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തുകയാണ്. അവിടേക്ക് പ്രതാപം വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ കാര്യം? എടാ പ്രതാപ, ഇവളുടെ മോളെ കാണാൻ വേണ്ടി പോണത്രേ. ഓ, മോളെ കാണിച്ചു തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ മോഹിനിയെ നന്നായി തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. മോഹിനിക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം പ്രതാപൻ അത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന എല്ലാ ദേഷ്യവും മോഹിനിയിൽ തീർക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. പിന്നീട് ഒന്നും നോക്കുന്നില്ല, മഹാലക്ഷ്മിയെ കാണാൻ തന്നെ അവർ പോകുന്നു. അങ്ങനെ മഹിയെ കാണാനായിട്ട് എത്തുമ്പോൾ അവരാണെങ്കിൽ ഒന്നും പറയാതെ മഹിയുടെ ചുമലിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. എന്താ അമ്മേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി അവിടെ ജീവിക്കാനായിട്ട് കഴിയില്ല മോളെ, അമ്മയെയും കൊണ്ട് നീ എവിടേക്കെങ്കിലും പോ എന്നൊക്കെ പറയുകയാണ്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശി ഉപദ്രവിച്ചൊക്കെ തന്നെ പറയുന്നു. എന്തായാലും മോഹിനിയുടെ കാര്യത്തിൽ തീരുമാനമാവാൻ പോവുകയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.